ഇതാ എൻ്റെ കോവലിൽ നിന്ന് ആദ്യത്തെ വിളവെടുപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല അടിപൊളി കോവയ്ക്ക. അതാ നല്ല നീളമുള്ള കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ വെള്ളരിയുടെ പിഞ്ച് പോലെ ഇരിക്കും. ഇച്ചിരി ഇതാ ഇപ്പോൾ ഞാൻ ഒന്ന് ഒടിച്ചു വച്ചേക്കുവാണ്. ഇതാ ഇത്രയായിട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് കഴിക്കാനും നല്ലതാണ്. ഷുഗറുകാർക്കൊക്കെ പച്ചയ്ക്ക് ഡെയിലി 1-2 കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലാതെ നമുക്ക് മെഴുക്ക് പുരട്ടാനോ തോരൻ വയ്ക്കാനോ തീയൽ വയ്ക്കാനോ ഒക്കെ നമുക്ക് ഈ കോവയ്ക്ക നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ശരിക്കും നാടൻ കോവയ്ക്ക ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. പച്ചയ്ക്ക് തിന്നാനായാലും എന്തിനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ കോവൽ നട്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ തൈയല്ല നട്ടത്, അതിൻ്റെ കമ്പ് മുറിച്ച് ആണ് നട്ടത്. ഈ കോവയ്ക്ക നമുക്ക് നടേണ്ടത് അതിൻ്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് നടേണ്ടത്. ഞാൻ കാണിച്ചു തരാവേ. ഇതാ 2 മൂട് കോവലേ ഉള്ളൂ. ഇതാ കണ്ടോ, പടർന്ന് കിടക്കുന്നത് കണ്ടോ. ആകെ 2 മൂട് കോവൽ ഞാൻ നട്ടിട്ടുള്ളൂ. കോവൽ അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചാണ് ഞാൻ 2 എണ്ണം നട്ടത്. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ പ്ലാസ്റ്റിക് ഇത് ഇട്ടിട്ടുണ്ട്, ടാർപ്പ വിരിച്ചിട്ടുണ്ട്. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുവട്ടിൽ പ്ലാസ്റ്റിക് ഈ ടാർപ്പ വിരിച്ചിട്ടിട്ടുണ്ട് മണ്ണിൻ്റെ പുറത്തായിട്ട്. അപ്പോൾ അത് നിറച്ച് കാച്ചിടപ്പുണ്ട്. ഇപ്പോഴും ഇതാ ഇഷ്ടംപോലെ പൂവും വന്നിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് കായ്ച്ചതാണ് ഞാൻ ഈ പറിച്ചെടുത്തത്. ഇതിനാണെങ്കിലും വെറുതെ വളമോ ഒന്നും ചേർക്കേണ്ട. നമ്മൾ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഇടുന്ന അതിൻ്റെ വേസ്റ്റ് മാത്രം ഇട്ടാൽ മതി. വേറെ വളം ഒന്നും ചേർക്കേണ്ട. നമുക്ക് ഇഷ്ടം പോലെ നിറച്ച് കാച്ച കിടപ്പുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് പറിച്ചതേ ഉള്ളൂ. ഇനിയിപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുവാണ്. കുറച്ചേ ഞാൻ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കോവൽ നട്ടാൽ നല്ല ഒരു ഇഷ്ടംപോലെ വിളവെടുക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് ഈ കോവലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരെണ്ണം എവിടെയെങ്കിലും ഒന്ന് നടുക. പക്ഷേ ഇത് നട്ടാൽ പടർത്താനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പടർത്തി വിട്ടാലേ ഇത് കായ്ക്കത്തുള്ളൂ, അല്ലാതെ കായ്ക്കില്ല. പടർത്താനുള്ള സ്ഥലവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോവൽ സുഖമായിട്ട് നട്ട് അതിൻ്റെ വിളവെടുക്കാം. ഓക്കേ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, കുറച്ചൊക്കെ പച്ച തിന്നാനായിട്ട് പിള്ളേർ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കറിയും വയ്ക്കാം. ഇനിയും ഉണ്ട്, പറിക്കാൻ ഇഷ്ടംപോലെ നിപ്പുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും എനിക്ക് പറിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത്രയേ പറിച്ചെടുത്തിട്ടുള്ളൂ. നല്ല ഫ്രഷായിട്ടുള്ള കോവയ്ക്ക. അതാ കണ്ടോ, നല്ല അടിപൊളി കോവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമാണ് കൃഷി ചെയ്ത് ഇതിൻ്റെ വിളവെടുക്കാനും. ഓക്കേ, ബൈ.